ഹായ് ഫ്രണ്ട്സ്, 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. എമിറേറ്റ്സിൻ്റെ ഗ്ലിംസസ് എന്ന് വെച്ചാൽ ഒരു അർദ്ധദർശനം അല്ലെങ്കിൽ ഒരു ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ച. എന്താ എമിറേറ്റ്സ് എന്ന് വെച്ചാൽ UAE ആണ്. UAEയിലെ കാഴ്ചകൾ കണ്ടിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു ട്രാവൽ നോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് വുഡ് അവൈറ്റ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ഇൻ UAE? ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റിന്, അപ്രതീക്ഷിതമായിട്ട് UAEയിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിന്, ഒരു വിനോദസഞ്ചാരിക്ക് എന്താണ് UAE കാത്തുവച്ചിരിക്കുന്നത്? ഇവിടെ ഈ ട്രാവൽ നോട്ട് എഴുതിയിട്ടുള്ള ആൾ ഒരു ആക്സിഡൻ്റൽ ആയിട്ട് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് UAEയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. സോ അതാണ് അദ്ദേഹം പറയുന്നത്, ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റിനെ UAE എന്തെല്ലാമാണ് കാത്തുവച്ചിരിക്കുന്നത് എന്ന്. സോ ഐ വണ്ടേർഡ് ആസ് ഐ കെയിം ഔട്ട് ഓഫ് ദി എയർപോർട്ട് ഇൻ ടു ദി ഓപ്പൺ എയർ. ഞാൻ എയർപോർട്ടിനകത്ത് നിന്ന് ഓപ്പൺ എയറിലേക്ക് എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. അതെ, ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ ആകസ്മികമായിട്ട് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഒരു ടൂറിസ്റ്റാണ്. ഇങ്ങോട്ട് വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, പ്രതീക്ഷിക്കാതെ അവിടെ എത്തിപ്പെട്ടിട്ടുള്ള ഒരാളാണ്. സോ ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. ഞാൻ എൻ്റെ നീസിൻ്റെ കൂടെ, നീസ് എന്ന് വെച്ചാൽ മരുമകൾ, എൻ്റെ മരുമകളുടെ കൂടെ ഒമാനിൽ സ്റ്റേ ചെയ്യുകയായിരുന്നു. ഒമാനിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. Then I had just squeezed in 2 days on my way back home. അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നതിനിടയിൽ ഒരു 2 ഡേയ്സിന് വേണ്ടിയിട്ട്, ഒരു 2 ഡേയ്സ് ജസ്റ്റ് അവിടെ നിന്നൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് UAEയിലേക്ക് പോന്നിട്ടുള്ള വ്യക്തിയാണ്. സ്ക്യൂസ്ഡ് എന്ന് വെച്ചാൽ ആ ഞെരുക്കത്തിൽ, ആ സമയം ഇല്ലാത്ത ആ ഒരു ടൈമിൽ, ആ 2 ഡേയ്സിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് UAEയിലേക്ക് വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് ആണെന്ന് പറയുന്നത്. ബട്ട് 2 ഡേയ്സ് were enough to give me an eyeful and plenty of food for thought. പക്ഷേ ഈ 2 ദിവസം തന്നെ എനിക്ക് മതിയാകും. എനഫ് എന്ന് വെച്ചാൽ മതിയാകുമെന്നാണ്. To give me an eyeful and plenty of food for thought. എനിക്ക് എൻ്റെ കണ്ണ് നിറയെ, ഐഫുൾ എന്ന് വെച്ചാൽ കണ്ണ് നിറച്ച് കാഴ്ചകൾ തരാനും അതുപോലെ ആവശ്യത്തിലധികം ചിന്തിക്കാനും എനിക്ക് ഈ 2 ദിവസം തന്നെ ധാരാളമാണെന്ന് പറയുന്നു. ദി ഡെൻസ് ക്ലൗഡ്സ് ഹവറിംഗ് എബോവ് ദ വിങ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൺ മീ ആൻ ഐഫുൾ. ഡെൻസ് ക്ലൗഡ്സ് എന്ന് വെച്ചാൽ മേഘം, ഡെൻസ് എന്ന് വെച്ചാൽ ഇടതൂർന്ന മേഘങ്ങൾ, നല്ല കട്ടിയുള്ള മേഘങ്ങൾ. ആ എയർക്രാഫ്റ്റിൻ്റെ ചിറകുകൾക്ക് മുകളിലൂടെ, ആ പ്ലെയിനിൻ്റെ ചിറകിൻ്റെ മുകളിലൂടെ ഈ ഡെൻസ് ക്ലൗഡ്സ്, ഈ ഇടതൂർന്ന മേഘങ്ങൾ ഇങ്ങനെ പറന്നുയരുന്ന ആ ഒരു കാഴ്ച അദ്ദേഹത്തിന് ഓൾറെഡി ആ പ്ലെയിനിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. അത് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറച്ചിട്ടുണ്ട്. ഐഫുൾ എന്ന് വെച്ചാൽ കണ്ണ് നിറയ്ക്കുന്ന, നല്ല കൺകുളിർമയേകുന്ന ഒരു കാഴ്ച അദ്ദേഹത്തിന് ഓൾറെഡി നൽകിയിട്ടുണ്ട്. ആൻഡ് ദി ഡെസേർട്ട് വിച്ച് seemed to stretch endlessly was a spectacle too. അതുപോലെ വേറെ എന്ത് കാഴ്ചയാണ് അദ്ദേഹം UAEയിൽ കണ്ടത്? ആൻഡ് ദി ഡെസേർട്ട് എന്ന് വെച്ചാൽ മരുഭൂമിയാണ്. അദ്ദേഹം മരുഭൂമി കണ്ടിട്ടുണ്ട്. എങ്ങനെയുള്ള മരുഭൂമിയാണ് കണ്ടത്? സ്ട്രെച്ച് എൻഡ്ലെസ്ലി എന്ന് വെച്ചാൽ എൻഡ്ലെസ് ആയിട്ട്, ഒരു അറ്റമില്ലാതെ, അവസാനമില്ലാതെ, ഇങ്ങനെ അനന്തമായി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു മരുഭൂമിയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. വാസ് എ സ്പെക്ടാക്കിൾ ടു. അതും ഒരു സ്പെക്ടാക്കിൾ എന്ന് വെച്ചാൽ ഒരു അത്ഭുത ദൃശ്യമാണ്. അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു അത്ഭുത ദൃശ്യമാണ് ആ അനന്തമായിട്ടുള്ള ആ നീണ്ടു കിടക്കുന്ന മരുഭൂമി. ദി ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻസ് കാർ ഫ്രം റാസൽ ഖൈമ ടു അബുദാബി വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. അതുപോലെ എൻ്റെ ഫ്രണ്ട് അശോകിൻ്റെ കാറിൽ റാസൽ ഖൈമ മുതൽ അബുദാബി വരെ പോയിട്ടുള്ള ആ ഒരു ലോങ് ഡ്രൈവ്, ആ ഒരു ദീർഘയാത്ര, അതും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ്, മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദി ബീച്ച്. വി നെവർ ഗോട്ട് ടയേർഡ്. ഞങ്ങൾ ഒരിക്കലും
ക്ഷീണിതരല്ലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ലായിരുന്നു. എന്തിന്? ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. എന്താണ്? ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ, കടൽ തീരത്ത് എത്തിയപ്പോൾ അവിടെ വണ്ടി നിർത്താനും അതുപോലെ അവിടെ ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് മടുപ്പൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ദ സീ ഹാഡ് ദ സെയിം സെറീൻ അപ്പിയറൻസ് എവ്രിവെയർ. ആ കടലിന് എല്ലായിടത്തും ഒരേപോലെ നല്ല ശാന്തമായിട്ടുള്ള, സെറീൻ എന്ന് വെച്ചാൽ ശാന്തമായിട്ടുള്ള ഒരു അപ്പിയറൻസ്, ഒരു രൂപമായിരുന്നു ആ കടലിന് ആ സമയത്ത് ഉണ്ടായിരുന്നത്. One feels a kind of heavenly bliss at these quiet beaches. ഈ ശാന്തമായിട്ടുള്ള ഈ കടൽ തീരങ്ങളിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നമുക്കൊരു തരം ഹെവൻലി ബ്ലീസ്, ഒരു സ്വർഗീയ ആനന്ദമാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അറ്റ് സ്വീഹാൻ ഇൻ അബുദാബിയിൽ സ്വീഹാനിലെത്തിയപ്പോൾ ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് ഞാൻ ചിലത് കാണാനിടയായി. ഇറ്റ് വാസ് ദി എൻട്രൻസ് ടു ദ ന്യൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ന്യൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു ആ കണ്ടത് അല്ലേ? ഒരു പ്രവേശന കവാടമാണ് അവിടെ കണ്ടത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദി വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. പ്രൊഡ്യൂസിങ്, ഉൽപ്പാദിപ്പിക്കുന്നു, എസ്റ്റുപെൻഡസ്, ആശ്ചര്യപരമായി, എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് 1.2 ഗിഗാവാട്ട് ഓഫ് പവർ, 1.2 ഗിഗാവാട്ട് പവറാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആയി മാറിയത്. ഓഫ് കോഴ്സ് ടൂറിസ്റ്റ്സ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. തീർച്ചയായും ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ അതിനകത്തേക്ക് അലൗഡ് അല്ല അല്ലേ? അതിനകത്തേക്ക് കയറാനായിട്ട് അനുവദിക്കുന്നില്ല. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിക്കൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി പവർ പ്ലാന്റ് ഓൺ ദി നെറ്റ്. അതുകൊണ്ട് തന്നെ നെറ്റിൽ അവർ ഇട്ടിട്ടുള്ള ആ പവർ പ്ലാന്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, അതിഗംഭീരമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അത് കണ്ട് എനിക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു, സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വന്നു അല്ലേ? എന്തുകൊണ്ടാണ്? അതിനകത്തേക്ക് ടൂറിസ്റ്റുകളെ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റിലുള്ള ഫോട്ടോസ് കണ്ട് തൃപ്തിപ്പെട്ട് പോരേണ്ടി വന്നു. ദി പ്ലാന്റ് ഹാസ് ആൻ അമേസിങ് 3.2 മില്യൺ സോളാർ പാനൽസ്. ഈ ഒരു സോളാർ പവർ പ്ലാന്റിൽ 3.2 മില്യൺ സോളാർ പാനൽസ് ഉണ്ട്. ഐ വിഷ് ടൂറിസ്റ്റ് വേർ ഗിവൺ ആൻ ഏരിയൽ വ്യൂ ഓഫ് ദി പ്ലാന്റ്. ടൂറിസ്റ്റുകൾക്ക്, വിനോദസഞ്ചാരികൾക്ക് അവർക്കൊരു ഏരിയൽ വ്യൂ എങ്കിലും അവർ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലേ? ഏരിയൽ വ്യൂ എന്ന് വെച്ചാൽ ഈ സോളാർ പാനൽസ് ഒക്കെ മുകളിൽ നിന്ന് കാണാനുള്ള ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഒരു ആകാശ ദൃശ്യമെങ്കിലും ഇവർക്ക് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വാസ് ഏബിൾ ടു വ്യൂ ദ ഇംപോസിംഗ് ബുർജ് ഖലീഫ. അതുപോലെ എനിക്ക് ആ ബുർജ് ഖലീഫ എങ്ങനെയുള്ളതാണെന്ന് പറയുന്നത്? ഇംപോസിംഗ് എന്ന് വെച്ചാൽ അത്ഭുതാവാഹകമായ, അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ആ ഒരു ബുർജ് ഖലീഫ കാണാനായിട്ട് എനിക്ക് പറ്റി. ദി ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. എന്താണ്? ഈ ലോകത്തെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദി വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദി ടോപ്പ് ഓഫ് ദി വേൾഡ്. അതിൻ്റെ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് നമ്മളെ ഈ ലോകത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറിയ പോലെയാണ്. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. പക്ഷേ തീർച്ചയായും എനിക്കതിന് കഴിഞ്ഞില്ല, എനിക്കതിൽ കയറാനായിട്ട് സാധിച്ചില്ല. എ ബോട്ട് റൈഡ് അറ്റ് ബർദുബൈ ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ബർദുബൈയിലെ വൈകുന്നേരത്തെ ആ ബോട്ട് റൈഡ് എന്ന് വെച്ചാൽ എന്താ? ബോട്ട് സവാരി അല്ലേ? ആ ബോട്ടിലുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആകർഷകമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മനം കവരുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദി ഡാസ്ലിംഗ് ലൈറ്റ്സ്, ആ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകൾ, ആൻഡ് ദെയർ റിഫ്ലക്ഷൻസ് ഓൺ ദി ക്രീക്ക്,
ആ ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷൻസ് ഓൺ ദി ക്രീക്ക് എവിടെ കാണുന്ന റിഫ്ലക്ഷൻസ് ആണ്? ആ തുറമുഖത്ത്. ദെൻ ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ്. ഇതെല്ലാം നമ്മളെ എന്താണ്, നമ്മൾ ഈ ലോകത്തിന് പുറത്തെവിടെയോ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദി മെട്രോ ഫ്രം അൽ നഹ്ദ ടു സ്റ്റേഡിയം. ഇവിടെ ഈ ബോട്ടിൽ ഒരു റൈഡ് പോയെന്ന് പറയുന്നുണ്ട് അല്ലേ. റൈഡ് എന്ന് വെച്ചാൽ സവാരിയാണ്. സോ ആ ഒരു യാത്രയുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറെ ഒരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. എവിടെയായിരുന്നു? മെട്രോയിലാണ് പോയിട്ടുള്ളത്, അൽ നഹ്ദ മുതൽ സ്റ്റേഡിയം വരെ. വാച്ചിങ് ദി ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഈസ് ഓൾവേസ് എൻ്റർടൈനിങ്. ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ലാൻഡ്സ്കേപ്പ്, ആ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എൻ്റർടൈൻ ചെയ്യിക്കുന്ന, നമ്മളെപ്പോഴും ആസ്വദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്, ഒരു ഭൂപ്രകൃതിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് ആ മെട്രോയിൽ പോകുന്ന സമയത്ത്. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലൂവ് അബുദാബി മ്യൂസിയം, എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്. എല്ലാ നിലവാരത്തിലും ഒരു മാർവലായിട്ട്, ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്ന ലൂവ് അബുദാബി മ്യൂസിയം ആയിരുന്നു അടുത്തത് അല്ലേ. ഇറ്റ് ഹൗസസ് സം ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ട് ഫാക്ട്സ്. ഈ മ്യൂസിയത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്? വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റിംഗ് ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരുപാട് പുരാവസ്തു അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. ദെൻ പെയിൻറ്റിങ്സ് ഉണ്ട്, ദെൻ സ്കൾപ്ചേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ശില്പങ്ങളുണ്ട്, ആൻഡ് അതർ ആർട്ട് ഫാക്ട്സ് എന്ന് വെച്ചാൽ മറ്റ് പല കലാവസ്തുക്കളും അവിടെ ഉണ്ട്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ് മ്യൂസിയം ഇൻ ഫ്രാൻസ് ഓൺ ആൻ അഗ്രിമെൻറ്റ്. ഈ ഒരു മ്യൂസിയത്തിന് ആ ഒരു പേര് എന്ന് പറയുന്നത് ഈ ഫ്രാൻസിലെ ഫേമസ് ആയിട്ടുള്ള ലൂവ് മ്യൂസിയത്തിൻ്റെ ആ ഒരു പേരാണ് ഇതിനിട്ടിട്ടുള്ളത്. എങ്ങനെയാണ്? ബൈ ആൻ അഗ്രിമെൻറ്റ്, ഒരു അഗ്രിമെൻറ്റിലൂടെയാണ് ഇട്ടിട്ടുള്ളത്. ദെൻ ഇറ്റ് ഹാസ് ഓൾസോ റെൻറ്റഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവ് ഫോർ ഡിസ്പ്ലേ. അതുപോലെ തന്നെ ആ ഫ്രാൻസിലുള്ള ലൂവ് മ്യൂസിയത്തിൽ നിന്ന് ഇവിടെ അബുദാബിയിലെ മ്യൂസിയത്തിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട്, പ്രദർശനത്തിന് വെക്കാനായിട്ട് 300-ൽ പരം പീസസ് എന്ന് വെച്ചാൽ ആ പുരാതന വസ്തുക്കൾ ഇങ്ങോട്ട് എന്താണ് റെൻറ്റഡ് ആയിട്ട്, വാടകയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. I thought it terribly unlucky of me to have spent only half a day in the museum. ആ മ്യൂസിയത്തിൽ എനിക്കൊരു ഹാഫ് എ ഡേ, ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമേ അവിടെ ചിലവഴിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അതൊരു അൺലക്കി ആയിട്ട് എനിക്ക് തോന്നിയില്ലേ, എന്ന് വെച്ചാൽ ഒരു ദൗർഭാഗ്യകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഐ വുഡ് ഹാവ് ലവ്ഡ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്, ഒരാഴ്ചയെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന്, അവിടെ സമയം ചിലവഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. ഓൺ ബോർഡിങ് ദി ഫ്ലൈറ്റ് ടു കാലിക്കറ്റ്, കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ കയറുമ്പോൾ ഐ വിഷ്ഡ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദീസ്, അറ്റ്ലീസ്റ്റ് 2 weeks. ഇനി ഇങ്ങനെ ഒരു ചാൻസ് ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 weeks എങ്കിലും ലഭിക്കണം, ഒരു 2 ആഴ്ചയെങ്കിലും വേണമെന്ന് പറയാണ് അല്ലേ. അനദർ ടൈം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ, യു നെവർ നോ. വീണ്ടും എനിക്കതിനൊരവസരം കിട്ടുമായിരിക്കും.